السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين وأصلي وأسلم على الحبيب المبعوث رحمة للعالمين نبينا محمد وآله وصحبه أجمعين ومن تبعه بإحسان إلى يوم الدين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. പ്രിയമുള്ള ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സഅയുമായി ബന്ധപ്പെട്ട ചരിത്രവും അതിൻ്റെ മതവിധികളുമാണ് ഉണർത്തിയത്. അതോടുകൂടി ഉംറ പരിപൂർണമായി കഴിഞ്ഞു. മുടി മൊട്ടയടിക്കുക പുരുഷന്മാർ, അല്ലെങ്കിൽ മുടി വെട്ടുക സ്ത്രീകൾ. അവരുടെ മുടിയുടെ അഗ്രഭാഗത്തും ഒരു വിരൽ തുമ്പിൻ്റെ അത്ര എടുക്കുക. അതോടുകൂടി അവരുടെ ഉംറ പൂർത്തിയായി കഴിഞ്ഞു എന്ന് പറഞ്ഞു. മുൻ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഇഹ്റാമിൽ പ്രവേശിക്കുക ഒന്നുകിൽ ഉംറയ്ക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടിയായിരിക്കും. ആ ഉംറയുടെ പരിപൂർണ രൂപം നമ്മൾ ഇവിടെ മനസ്സിലാക്കി. ഹജ്ജിൽ 3 രൂപത്തിലാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നും നമ്മൾ പഠിച്ചതാണ്. ഒന്ന്, മുഫ്രിദ്, ഹജ്ജിൻ്റെ മാസങ്ങളിൽ ഹജ്ജിന് മാത്രം ഇഹ്റാമിൽ കയറുക, ഹജ്ജ് മാത്രം ഉദ്ദേശിക്കുക. 2, ഖാരിൻ, ഹജ്ജും ഉംറയും ഇവ രണ്ടിനും വേണ്ടി ഒരുമിച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം സഅയ് കഴിഞ്ഞ് പിന്നീട് മുടിയെടുക്കാതെ മൊട്ടയടിക്കാതെ തലയിൽ നിന്നും ഒന്നും എടുക്കാതെ ഇഹ്റാമിൽ തന്നെ തുടരുക. ദുൽഹജ്ജ് 8 അവർ ഹജ്ജിൻ്റെ ഭാഗമായി മിനായിലേക്ക് പോവുക. അവരുടെ മനസ്സിൽ ഹജ്ജും ഉംറയും ഒരുമിച്ചാണ്. 3ാമത്തെ വിഭാഗം മുത്തമത്തി ആണ്. അവർ മീഖാത്തിൽ നിന്നും ഉംറക്ക് ഇഹ്റാമിൽ പ്രവേശിച്ചു. ഉംറ കഴിഞ്ഞാൽ പിന്നീട് ദുൽഹജ്ജ് 8 അവർ ഹജ്ജിനും ഇഹ്റാമിൽ പ്രവേശിക്കും. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഉംറക്ക് മാത്രം ഇഹ്റാമിൽ പ്രവേശിച്ച ആളും മുത്തമത്തിയായി ഇഹ്റാമിൽ പ്രവേശിച്ച ആൾ, അവർ 2 പേരും മുടി കളഞ്ഞ് മുടി വെട്ടി ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാകുന്നു. മറ്റുള്ള 2 പേരും അഥവാ ഇഫ്രാദോടുകൂടി ഹജ്ജിൽ പ്രവേശിച്ച ആളും ഖാരിനായി ഇഹ്റാമിൽ പ്രവേശിച്ച ആളും അവരിപ്പോഴും ഇഹ്റാമിലാണ്, ഇഹ്റാമിൻ്റെ ഡ്രസ്സിലാണ്. അതിൻ്റെ ആദാബുകളും അഹ്കാമുകളും അവർക്ക് ബാധകമാണ്. എന്നാൽ ഉംറയിൽ അവസാനിപ്പിച്ച വ്യക്തിയാകട്ടെ മുത്തമത്തിയാകട്ടെ അവർ ഇഹ്റാമിൽ മോചിതരായി. ഇനി ഇഹ്റാമിൽ പ്രവേശിച്ചപ്പോൾ ഉണ്ടായിരുന്ന വിലക്കുകളൊന്നും അവർക്ക് ബാധകമല്ല. അടുത്തത് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഹജ്ജിലേക്കുള്ള പ്രവേശനമാണ്. ഹജ്ജ്, ഇഹ്റാം ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹജ്ജ് 10 വരെയുള്ള ദിവസങ്ങളിലൊക്കെ ഇഹ്റാമിൽ പ്രവേശിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ ഇനിയുള്ള ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അത് തുടങ്ങുന്നത് ദുൽഹജ്ജ് 8 മുതലാണ്. മുത്തമത്തിയായ വ്യക്തി, മറ്റ് 2 ആളുകൾ നമ്മൾ പറഞ്ഞു, ഖാരിനും ഇഫ്രാദോടുകൂടി ഹജ്ജിൽ പ്രവേശിച്ച ആളുകൾ ഇഹ്റാമിലാണ്, അവർ ഹജ്ജിൻ്റെ ഇഹ്റാമിൽ തന്നെയാണ്. എന്നാൽ ഉംറ പൂർത്തീകരിച്ചു. ഇനി അത് കഴിഞ്ഞ് ഹജ്ജിൽ പ്രവേശിക്കുന്ന മുത്തമത്തിയായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദുൽഹജ്ജ് 8 അവർ ഹജ്ജിൽ പ്രവേശിക്കണം, ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കണം. ദുൽഹജ്ജ് 8 യൗമുത്തർവിയ എന്നാണ് പറയുക. യൗമുത്തർവിയ. എവിടെ നിന്നാണ് അവർ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? അവർ മക്കയിലാണിപ്പോൾ. ഏതെങ്കിലും ഒരു മീഖാത്തിലേക്ക് പോകേണ്ടതുണ്ടോ? ത്വായിഫിലേക്കോ ദുൽഹുലൈഫയിലേക്കോ ഒന്നും പോകേണ്ടതില്ല. ഹറമിൻ്റെ പുറത്തേക്ക് പോകേണ്ടതുണ്ടോ? അഥവാ തൻഈമിലേക്ക്, ആയിഷ പള്ളിയിലേക്ക് പോയി? വേണ്ട. മറിച്ച് അവർ എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്നാണ് ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി കുളിച്ചു, ഇഹ്റാമിൻ്റെ വസ്ത്രങ്ങൾ അണിഞ്ഞു, വാഹനത്തിൽ കയറിയ ശേഷം ഇഹ്റാമിൽ പ്രവേശിച്ചു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇവിടെ അവർ കുളിച്ച് ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ചു. പുരുഷന്മാർക്ക് ഇഹ്റാമിൻ്റെ പ്രത്യേക വസ്ത്രം, സ്ത്രീകൾക്ക് പ്രത്യേക വസ്ത്രങ്ങളില്ല. എന്നിട്ട് അവിടെ വെച്ച് അവർ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ, അല്ലെ അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ എന്ന് തൽബിയത്ത് മുഴക്കി
അവിടെ നിന്ന് അങ്ങോട്ട് അവർ ഇഹ്റാമിലാണ്. ഇവിടെ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അമറന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ അഹലൽന, ഞങ്ങൾ മുത്തമത്തിയായിരുന്നു. പിന്നീട് യൗമു തർവിയയുടെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് മിനായിലേക്ക് മുന്നിടാൻ വേണ്ടി കൽപ്പിക്കുകയുണ്ടായി. ഫഅഹലൽന മിനൽ അബ്തഹ്, അബ്തഹിൽ വെച്ച്, അവിടെയാണ് അവർ താമസിച്ചിരുന്നത്, അവിടെ വെച്ച് ഞങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ചു എന്നാണ്. എന്താണ് യൗമു തർവിയ? ഹജ്ജിൻ്റെ ഓരോ ദിവസങ്ങൾക്കും പ്രത്യേകം പേരുകളുണ്ട്. ദുൽഹജ്ജ് 8 യൗമു തർവിയ, ദുൽഹജ്ജ് 9 യൗമു അറഫ, ദുൽഹജ്ജ് 10 പെരുന്നാളിൻ്റെ അന്ന്, ബലിപെരുന്നാളിൻ്റെ അന്ന് യൗമുൻ നഹർ, ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങൾക്ക് അയ്യാമു തശ്രീഖ്. ഇങ്ങനെയാണ് പറയുക. യൗമു തർവിയ എന്ന് പറയുമ്പോൾ മിനായിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ താമസിക്കുവാൻ വെള്ളം ആവശ്യമാണ്. പണ്ട് കാലത്ത് അവിടെ വെള്ള സൗകര്യമില്ല. അതുകൊണ്ട് ഹജ്ജിൽ പ്രവേശിച്ച വ്യക്തികൾ എവിടെ നിന്നാണോ അവർക്ക് വെള്ളം ലഭിക്കുക, മക്കയിൽ നിന്നായിരിക്കാം, സംസമായിരിക്കാം, ഈ വെള്ളങ്ങളൊക്കെ ഏറ്റിക്കൊണ്ടുപോയി മിനായിൽ സൂക്ഷിച്ചു വെക്കുന്ന, ശേഖരിച്ചു വെക്കുന്ന ദിവസമാണ് ദുൽഹജ്ജ് 8 എന്നതുകൊണ്ടാണ് ആ ദിവസത്തിന് യൗമു തർവിയ എന്ന പേര് വെക്കാൻ കാരണം. അതല്ലാത്ത മറ്റ് പല അഭിപ്രായങ്ങളുമുണ്ട്. ഇതാണ് ഒന്നുകൂടെ ശരിയായി തോന്നുന്നത്. വെള്ളം ശേഖരിക്കുന്ന ദിവസം എന്ന രൂപത്തിലാണ് ആ പേര് വന്നത്. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ളത് തൽബിയത്ത് ചൊല്ലലാണ്. മുമ്പ് ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകളുണ്ട്, മുഫ്രിദും ഖാരിനും എല്ലാവരും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക് എന്ന തൽബിയത്തിൻ്റെ, തൗഹീദിൻ്റെ കലിമ ഉച്ചരിച്ചുകൊണ്ട് അവർ ഇപ്പോൾ ഇഹ്റാമിലാണ്. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ദുഹറിന് മുമ്പായി മിനായിലേക്ക് പോവുക. ആ വേളകളിലൊക്കെ പുരുഷന്മാർ ഉച്ചത്തിൽ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലമ്മ കാന യൗമു തർവിയ തവജ്ജഹു ഇലാ മിനാ ഫഅഹല്ലു ബിൽ ഹജ്ജ് വറകിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഹനത്തിൽ കയറി മിനായിലേക്ക് പുറപ്പെട്ടു എന്നൊക്കെ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു. അന്നേ ദിവസം എന്താണ് ഹാജിമാർ പ്രത്യേകമായി ചെയ്യാനുള്ളത്? ഒന്ന്, മിനായിൽ അന്ന് താമസിക്കൽ, ദുൽഹജ്ജ് 8 അന്ന് താമസിക്കൽ സുന്നത്താണ്. അവിടെ രാപ്പാർക്കൽ സുന്നത്താണ്, ഹജ്ജിൻ്റെ ഒരു നിർബന്ധ ബാധ്യതയല്ല. എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 8 ഒരാൾക്ക് മിനായിൽ എത്തിപ്പെടാനും മിനായിൽ രാപ്പാർക്കാനും സാധിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ പേരിൽ അത് അയാളുടെ ഹജ്ജിനെ ബാധിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക. മിനായിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ചെയ്യാനുള്ളത് ദുഹർ, അസ്ർ, മഗ്രിബ്, ഇഷ, സുബ്ഹി, പിറ്റേ ദിവസമുള്ള സുബ്ഹി, ഈ നമസ്കാരങ്ങളൊക്കെ അതാതിൻ്റെ വഖത്തിൽ നമസ്കരിക്കുക. 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ അത് 2 റക്അത്തായി നമസ്കരിക്കുക. അത് ദുൽഹജ്ജ് 8 അന്ന് മാത്രമല്ല, പിന്നീടങ്ങ് മിനായിൽ താമസിക്കുന്ന ദിനരാത്രങ്ങളിലൊക്കെ 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ ഖസ്റാക്കി നമസ്കരിക്കുകയാണ് വേണ്ടത്. അത് എല്ലാ ഹാജിമാരും ഒരു യാത്രക്കാരൻ എന്ന ആനുകൂല്യം വെച്ചുകൊണ്ടുള്ളതല്ല, മറിച്ച് ഹാജിമാർക്ക് മൊത്തത്തിലുള്ള, മക്കയിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച വ്യക്തിയാണെങ്കിൽ പോലും ദുഹർ 2 റക്അത്ത് ദുഹറിൻ്റെ സമയത്ത്, അസർ 2 റക്അത്ത് അസറിൻ്റെ സമയത്ത്, ഈ രൂപത്തിലാണ് അവർ നമസ്കരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിൽ പ്രവേശിച്ച ആ സമയത്ത് മക്കക്കാരായ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരോട് നിങ്ങളത് പൂർത്തീകരിച്ച് നമസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, സല്ലൈതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമിന റക്അത്തൈൻ വ അബീ ബക്രിൻ വ ഉമർ വ ഉസ്മാൻ സദറ മിൻ ഇമാറത്തിഹി. ഞങ്ങൾ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലാട്ടെ, അബൂബക്കറിൻ്റെ, ഉമറിൻ്റെ കാലഘട്ടങ്ങളിലാട്ടെ, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലുമൊക്കെ മിനായിൽ വെച്ച് 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ 2ആയിട്ടായിരുന്നു നിർവഹിച്ചിരുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. അതേപോലെ തന്നെ
അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഈ കാര്യം നിവേദനം ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി അവർ മിനായിൽ താമസിക്കുക. മിനായിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ടെൻറ്റുകൾ ഉണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ സൗദി അറേബ്യ ഹാജിമാർക്കുള്ള സേവനം എന്നുള്ള നിലയിൽ പ്രത്യേകതരം ടെൻറ്റുകൾ, തീപിടിക്കാത്ത ടെൻറ്റുകൾ അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളോടും കൂടി അവിടെ നിർമ്മിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിച്ചു പോകരുത്. ഹാജിമാർക്ക് വേണ്ടി ഒട്ടനവധി സേവനങ്ങളാണ് ആ രാജ്യം ചെയ്യുന്നത്. നോക്കത്താ ദൂരത്തോളം വെളുത്ത നിറത്തിലുള്ള പതിനായിരക്കണക്കിന് ടെൻറ്റുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ഹാജിമാർക്ക് താൽക്കാലികമായി താമസിക്കുവാൻ, ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ മുഴുകുവാൻ അവർ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇശാ നമസ്കാരം 2 റക്അത്ത് നമസ്കരിച്ചു, അവിടെ കിടന്നുറങ്ങുന്നു. പിറ്റേന്ന് നേരം വെളുത്ത് കഴിഞ്ഞാൽ നമ്മൾ യൗമു അറഫയിലാണ്, അറഫ ദിവസത്തിലാണ്. മിനായിൽ നിന്നും അറഫയിലേക്ക് പുറപ്പെടേണ്ട ദിവസങ്ങളിലാണ്. നമ്മൾ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു അമീറിൻ്റെ കീഴിൽ ആണ് ഹജ്ജ് കർമ്മങ്ങൾക്കൊക്കെ പോകാറുള്ളത്. അവിടെയൊക്കെ അവർ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്ന് ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ഒരു പക്ഷേ കൂട്ടമായി സംഘമായി പോകുമ്പോൾ ചില അഫ്ളലിയ അതിശ്രേഷ്ഠമായ ചില കാര്യങ്ങൾ ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോകുമെങ്കിലും അമീറിനെ അനുസരിക്കണമെന്നത് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ഒരു പക്ഷേ ഗവൺമെൻറ് കൽപ്പനകൾ ഇന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ നിന്നുള്ള ഹാജിമാർ താമസിക്കേണ്ടത്, ഇന്ന സമയത്താണ് ഇന്ത്യയിൽ നിന്ന് വന്ന ഹാജിമാർ മിനായിലേക്ക് പുറപ്പെടേണ്ടത്, ഇന്ന വഴിയിലൂടെയാണ് അവർ അറഫയിലേക്ക് പോകേണ്ടത്, ട്രെയിനാണ് അവർ സ്വീകരിക്കേണ്ടത്, ബസ്സാണ് സ്വീകരിക്കേണ്ടത് എന്ന ആജ്ഞകളൊക്കെ ഉണ്ടാവുമ്പോൾ ഓരോരുത്തരും ഇല്ല ഞാൻ കാൽനടയായി പോകുന്നു എന്ന് വാശി പിടിക്കാൻ പാടില്ല. അത് നമ്മുടെയൊക്കെ കെട്ടുറപ്പിനെയും സൗകര്യങ്ങളെയൊക്കെ ബാധിക്കുമെന്ന് പ്രത്യേകം മനസ്സിലാക്കണം. സഹോദരങ്ങളെ, അറഫ ദിവസം ദുൽഹജ്ജ് 9 ഈ ദിവസത്തിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും നമ്മൾ മനസ്സിലാക്കണം. മുമ്പേ പറഞ്ഞതാണ്, ദുൽഹജ്ജ് 1 മുതലുള്ള ദിവസങ്ങൾ, ആദ്യത്തെ 10 ദിവസങ്ങൾ അല്ലെങ്കിൽ 13 വരെയുള്ള ദിവസങ്ങൾ അതീവ പ്രാധാന്യമുള്ള, മഹത്വമുള്ള, ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഈ ദിവസങ്ങളെ പിടിച്ച് സത്യം ചെയ്തിട്ടുണ്ട്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതം തന്നെയാണ് സത്യം, 10 രാത്രികളാണ് സത്യം. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞു, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അള്ളാഹു ഒരു സമയത്തെ ഒരു വസ്തുവിനെ പിടിച്ച് സത്യം ചെയ്യണമെങ്കിൽ അതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയുമാണ് അറിയിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ 10 ദിവസങ്ങളിൽ തന്നെയും ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹജ്ജ് 9 അറഫ ദിവസമാണ്. എന്തൊക്കെയാണ് ദുൽഹജ്ജ് 9 മഹത്വങ്ങൾ? 1, ഈ ദീനിൻ്റെ അഹ്കാമുകൾ പൂർത്തീകരിക്കപ്പെട്ടത് ദുൽഹജ്ജ് 9 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹജ്ജത്തുൽ വദാ ചെയ്തപ്പോൾ അറഫ ദിവസം ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അന്ന് വൈകുന്നേര സമയത്താണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൽ മാഇദയിലെ അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന മഹത്തായ പ്രഖ്യാപനം, വിശുദ്ധ ആയത്ത് അവതീർണമായത്. ഇന്ന് നിങ്ങളുടെ മതം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു, എൻ്റെ അനുഗ്രഹങ്ങളെ നാം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന ആശയത്തിലുള്ള ആയത്ത് അവതീർണമായത് അറഫ ദിവസത്തിലാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ ദിവസം, അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒരു ജൂതൻ പോലും, താരിഖ് ബിൻ ശിഹാബ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും, ഒരു ജൂതൻ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരായത്തുണ്ട്,
ആയത്ത് ഞങ്ങൾക്കാണ് അവതരിക്കപ്പെട്ടിരുന്നത് എങ്കിൽ, ഞങ്ങൾക്കാണ് അവതീർണമായിരുന്നത് എങ്കിൽ ആ ദിവസത്തെ ഞങ്ങളൊരു ഈദായി ഏറ്റെടുക്കുമായിരുന്നു എന്നാണ്. അദ്ദേഹം ജൂതനോട് ചോദിച്ചു, ഏതാണ് ആയത്ത്? ജൂതൻ ഈ ആയത്ത് ഓതിക്കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആയത്ത് എന്നാണ് ഇറങ്ങിയത്, എവിടെയാണ് ഇറങ്ങിയത്, എപ്പോഴാണ് ഇറങ്ങിയത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള ആളാണ് ഞാൻ. റസൂലുള്ളാഹി അറഫയിൽ നിൽക്കുന്ന വേളയിൽ ഒരു വൈകുന്നേര സമയത്താണ് ആ ആയത്ത് ഇറങ്ങിയത് എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ജൂതനോട് പറയുകയുണ്ടായി. അപ്പോൾ ഇസ്ലാം അത്രമാത്രം പരിപൂർണമായി എന്ന് പ്രഖ്യാപിച്ച ആ ദിവസത്തിലാണ് ഹാജിമാർ ഒരുമിച്ച് കൂടുന്നത് എങ്കിൽ അവിടെ പ്രത്യേകം അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ദിവസത്തിൽ നിന്നും ആയത്തിൽ നിന്നും പഠിക്കേണ്ട ഒരു മഹത്തായ പാഠമുണ്ട്. ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടു എങ്കിൽ ആ മതത്തിൽ ഇനി എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കുവാനോ ആ മതത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഒഴിവാക്കുവാനോ ഉള്ള സാധ്യത നിലനിൽക്കുന്നില്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്, ആയിഷ റളിയല്ലാഹു അൻഹ എന്നുള്ള ഹദീത്തിൽ, ഈ ദീനിൽ ഇല്ലാത്തൊരു കാര്യം ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ പ്രവർത്തനത്തെയും പ്രവർത്തിച്ചവനെയും ഒക്കെ തള്ളിക്കളയേണ്ടതാണ്, തള്ളപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നല്ലതല്ലേ എന്ന വിശ്വാസത്തോടുകൂടി അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്ത മതത്തിലെ പുത്തൻ കർമ്മങ്ങൾ, അത് ബിദ്അത്തുകൾ ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്ന് മനസ്സിലാക്കേണ്ടവനാണ് അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ഹാജി എന്ന ബോധമുണ്ടായിരിക്കണം. ഇസ്ലാമിലില്ലാത്ത ആഘോഷങ്ങളും ഇസ്ലാമിലില്ലാത്ത വിശ്വാസങ്ങളും കർമ്മങ്ങളും ഒക്കെ തള്ളിക്കളയേണ്ടവനാണ് അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ഹാജി. അതേപോലെ തന്നെ ഇസ്ലാമിലുള്ള എന്തെങ്കിലും ഒരു കാര്യം അത് ഈ കാലഘട്ടത്തിന് അനുയോജ്യമല്ല, ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല എന്ന് ചിന്തിക്കുവാൻ ഒരു ഹാജിയാർക്ക് സാധ്യമല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതം ഇന്ന് നാം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരികയും ഇസ്ലാമിനെ മതമായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തരികയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരികയും ചെയ്തു എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കെ ഈ മതത്തിൽ കൂട്ടിച്ചേർക്കലുകൾ ഇല്ല എന്ന് പ്രഖ്യാപിക്കുവാൻ അറഫയിൽ ഒരുമിച്ച് കൂടിയ ലക്ഷോപലക്ഷം ഹാജിമാർക്ക് സാധിക്കണം. ബിദ്അത്തുകളോട് പരിപൂർണമായി വിട പറയേണ്ടവനാണ് ഹാജി. അങ്ങനെയുള്ളൊരു ബോധം എപ്പോഴും ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയാലും ഹാജിയാർക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അറഫയുടെ ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ, പ്രത്യേകതകൾ നിരവധിയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സിൽ ബാക്കി ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.